നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാരും വായിച്ചത് കേട്ടോ വായിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഞാൻ പറയാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് ഇവിടെ വായിച്ച് കേട്ടത്. 4:1 എല്ലാരും കണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമാണ് ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം എങ്ങനെ നടക്കണം എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നു. അതിനോടനുബന്ധിച്ച് തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളുടെ നടപ്പിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ചുരുക്കം വാക്കിൽ ഞാനത് പറഞ്ഞു തന്നിരുന്നു. സ്തോത്രം. അവരുടെ നടപ്പ് എങ്ങനായിരുന്നു, അതിൽ വർദ്ധിച്ചു വരാനാണ് പൗലോസ് അവരോട് പറഞ്ഞത്. സ്തോത്രം. അപ്പൊ അവരുടെ നടപ്പ് നല്ലതായതുകൊണ്ട് നിങ്ങൾ അതിൽ വർദ്ധിച്ചു വരാൻ പൗലോസ് പറഞ്ഞു. അവരുടെ നടപ്പ് മോശമായിരുന്നെങ്കിൽ അത് മാറ്റി നല്ല നടപ്പിൽ വരാൻ പൗലോസ് പറഞ്ഞു. അവരുടെ നടപ്പ് നല്ലതായതുകൊണ്ട് പൗലോസ് പറഞ്ഞു ആ നടപ്പിൽ നിങ്ങൾ എന്തെയ്യണം, ഒന്നുകൂടെ വർദ്ധിച്ചു വരണം. അപ്പൊ നമ്മുടെ വിഷയം എങ്ങനെ നടക്കണമെന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഒരു ചിന്ത ചിന്തിച്ചപ്പോൾ തന്നെ 1 മണിയായി. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് അത് ക്ലോസ് ചെയ്തു. ഒന്നാമത് നമ്മൾ ചിന്തിച്ച വിഷയം എന്തായിരുന്നു? എങ്ങനെയാ നടക്കണ്ട? ഒന്നാമത് അല്ല എങ്ങനെ നടക്കണമെന്നാ വായിച്ചത്? ജീവന്റെ പുതുക്കത്തിൽ നടപ്പി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച വന്ന ഒരാളെ ഉള്ളൂ ശ്രദ്ധിച്ചത്. സ്തോത്രം. എന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിച്ച് ഇതെല്ലാം കേട്ടിട്ട് ഒഴുകി പോകരുത്. ദൈവത്തെ ഓർത്ത്. ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഒന്നാമത്തെ നടപ്പ ജീവന്റെ പുതുക്കത്തിൽ, അല്ലേ? അതിന്റെ ഉദാഹരണമായി അത് പറഞ്ഞ പൗലോസിനെ തന്നെ എടുത്താണ് നമ്മൾ പഠിച്ചത്. ജീവന്റെ പുതുക്കത്തിൽ വരുന്നതിന് മുമ്പുള്ള മനുഷ്യനും ജീവന്റെ പുതുക്കത്തിൽ വന്നതിന് ശേഷമുള്ള മനുഷ്യന്റെ വ്യത്യാസം, അദ്ദേഹത്തിന്റെ നടപ്പ്, സംസാരം, പ്രവൃത്തി, അല്ലെ, തീരുമാനം, ഞാനെന്ന ആ ഭാവമൊക്കെ മാറി, അഹങ്കാരം മാറി, അല്ലെ, അല്ലെങ്കിൽ സ്നേഹം വന്നു ഹൃദയത്തിലേക്ക്. സ്തോത്രം. യഹൂദന്മാരെ മാത്രം സ്നേഹിച്ചു കൊണ്ടിരുന്ന യഹൂദൻ സാധാരണക്കാരായവരെ വരെ സ്നേഹിക്കാൻ തുടങ്ങി പുതുക്കത്തി വന്നപ്പോ. മനസ്സിലായോ? സ്തോത്രം. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പൗലോസിന്റെ മേൽ വീണ ദൈവപ്രസാദത്തെ കുറിച്ച് എന്ത് ചെയ്തു പറഞ്ഞു. അല്ലെ, അതൊന്നും ഇന്ന് പറയുന്നില്ല. കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ കഴിഞ്ഞ ബുധനാഴ്ചത്തെ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡാണ്, എടുത്ത് കേട്ടോണം. സ്തോത്രം. ഇനി രണ്ടാമത്തെ നടപ്പിനെ കുറിച്ചാണ് ധ്യാനിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ നടപ്പ്. അതിനാധാരമായി ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:7. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. മതി. രണ്ടാമത്തെ നടപ്പാണ് വിശ്വാസത്താലുള്ള നടപ്പ്. അപ്പൊ ദൈവപ്രസാദം നമ്മുടെ മേൽ വരേണ്ടതിന് നമ്മൾ എങ്ങനെ നടക്കണം എന്നുള്ള ചിന്തയിലെ രണ്ടാമത്തെ ചിന്തയാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നടപ്പ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ. ഒരു ആമേൻ പറയും ചേർന്ന്. ഹല്ലേലൂയ. പൗലോസ് ഇനി എന്നെ ശ്രദ്ധിച്ചിരിക്കണേ.
പൗലോസ് ഈ വാക്യം എഴുതാൻ എന്താ കാരണം? അതറിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് ഈ വാക്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്നു. ഓരോ തിരുവെഴുത്തിന്റെ പുറകിലും അതിനെ വെളിപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. ഹല്ലേലൂയ. വാക്യം മാത്രം വായിച്ചാൽ അതിനെ ഏത് നിലയിലും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ യഥാർത്ഥ വ്യാഖ്യാനം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അത് പരിശുദ്ധാത്മാവ് എഴുതാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, അവിടെ പറയാ ഞങ്ങള് കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താലാണ് നടക്കുന്നത്, അല്ലെ? ഈ കോരിന്ത്യ പട്ടണത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ട്. കാരണം ഞാൻ ഒരുപാട് വട്ടം കോരിന്ത്യ പട്ടണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഈ കഴിഞ്ഞ 1-2 മാസം പുറകിൽ, കഴിഞ്ഞ മാസം സനൂപ് പ്രസംഗിച്ചപ്പോഴും കോരിന്ത്യ പട്ടണത്തെ കുറിച്ചുള്ളൊരു വിശദീകരണം പ്രിയ പൈതൽ നമുക്ക് തന്നു. അതുകൊണ്ട് ഒത്തിരി പ്രാവശ്യം കോരിന്ത് എന്താണെന്നുള്ളത് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്കൊന്ന് പറയാം. ഈ റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും ധനികമായ അതേപോലെ ഏറ്റവും പാപം നിറഞ്ഞ ഒരു തുറമുഖ പട്ടണമായിരുന്നു കോരിന്ത്. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത, അവര് ഈ കാഴ്ചകളിൽ കാണുന്നതിൽ ഒരുപാട് ചേർന്ന് പോകുന്നവരാണ്. അവർക്ക് കാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരെന്ത് കാണുന്നോ അതിനെയാണ് അവർക്ക് വിശ്വസിക്കാൻ കൂടുതൽ താല്പര്യം. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറയുകയാണെങ്കിൽ നമുക്ക് തോമസിനെ, തോമസ് പറയുന്നുണ്ട് അല്ലേ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ തോമസ് പറയും ഞാൻ കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് വിശ്വസിച്ചു, കർത്താവിനെ കാണിച്ചു കൊടുത്തു, അല്ലേ? സ്തോത്രം. അപ്പൊ കാഴ്ചയാൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടമായിരുന്നു കോരിന്തിലുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഇപ്പൊ ഒരാൾ ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ ആ പ്രസംഗം അവര് നോക്കുമ്പോ ഒരു ഭംഗിയുള്ളത് ആകണം, എന്നാലേ അവർക്ക് ആ പ്രസംഗം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്വതന്ത്രം. നമ്മൾ പറയാറില്ലേ, ആ പ്രസംഗം അങ്ങോട്ട് എറിച്ചില്ല, ആരും പറയാത്ത പോലെ കേട്ടും കേൾക്കാതെ എത്ര വട്ടം പറഞ്ഞു കാണും. ഇന്നത്തെ പ്രസംഗം അങ്ങോട്ട് എന്ത് ചെയ്തില്ല, അങ്ങോട്ട് എറിച്ചില്ല. ഞാൻ ഇഷ്ടം പോലെ, ഞാൻ പറഞ്ഞതല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. സ്വതന്ത്രം. ഹല്ലേലൂയ. നാളെ ഒരു IPCയിലെ പണ്ടത്തെ ഉപദേശി അപ്പച്ചന ചർച്ചയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയിട്ട് അപ്പച്ചൻ ആ ചർച്ചിനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ട്. അപ്പോൾ ആ ചർച്ചിൽ അപ്പച്ചൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്തു, ശുശ്രൂഷിക്കാൻ പോയി. അപ്പച്ചൻ ആ ചർച്ചിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. തിരിച്ചു വന്നപ്പോ അപ്പച്ചൻ വെളിയിൽ ഇങ്ങനെ സിറ്റ് ഔട്ട് ഇരിക്കുക. അപ്പച്ചന്റെ കാൽ ഒരാൾ തിരുമ്മി കൊടുക്കുക. ഉടനെ അപ്പച്ചൻ ചോദിച്ചു, ഇന്ന് എവിടെ ആയിരുന്നു? പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്ന ചർച്ചില. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഉണർവ്. എന്താ ആ വാക്ക് കേട്ടിട്ടില്ലേ? പിന്നെ പേടിച്ചിരിക്കുന്നു. ഭയങ്കര ഉണർവായിരുന്നു. അടുത്തു തീ എന്ത് ചെയ്യുന്നു? തീയ കത്തുകായിരുന്നു. സ്വോത്രം. അന്ന് അപ്പച്ചൻ ചോദിച്ചു, എടാ അവിടെ ഇന്ന പേരുള്ളൊരു വ്യക്തിയില്ലേ, അവൻ കള്ളൂടിയൊക്കെ നിർത്തിയോ? അദ്ദേഹം പറഞ്ഞു,
നിർത്തിയോ എന്ന് അറിയത്തില്ല അപ്പച്ച, പക്ഷെ ഭയങ്കര ഉണർവായിരുന്നു. സ്വന്തം. പിന്നെ അപ്പച്ചൻ ചോദിച്ചു, ഇന്ന രണ്ട് വീട്ടുകാർ തമ്മിൽ ഒരു അതിര് തർക്കം ഉണ്ടായിരുന്നല്ലോ, സഭയിലെ വിശ്വാസികളാണ്, അതിര് തർക്കം, അത് പരിഹരിക്കപ്പെട്ടോ? അതിനെക്കുറിച്ച് വല്ല അറിഞ്ഞോ? അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല അപ്പച്ച, പക്ഷെ ഭയങ്കര ശുശ്രൂഷയാണ്. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്പച്ചൻ എന്ത് ചെയ്തു, ചോദിച്ചപ്പോൾ എല്ലാം പറയുന്ന ഉണർവായിരുന്നു, ഭയങ്കര ശുശ്രൂഷയായിരുന്നു. ഇത് പറഞ്ഞു വന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, എന്തോ ഉണർവാണ് നീ അവിടെ ചെയ്തെന്ന് ചോദിച്ചു. കേൾക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. അപ്പച്ചൻ ചോദിക്കുക, എന്തോ ഉണർവാ പിന്നെ നീ അവിടെ ചെയ്തേ? മദ്യപാനിയുടെ മദ്യപാനം മാറിയില്ല, അതിര് തർക്കമുണ്ടായവരുടെ അതിര് തർക്കം തീർന്നിട്ടില്ല, അല്ലേ? പിന്മാറിപ്പോയവൻ അവന്റെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നില്ല, പിന്നെ എന്തോ തീയാണ് അവിടെ കത്തിയത്. അദ്ദേഹം പറഞ്ഞതാ, അന്നത്തോടെ ഞാൻ ഉണർവ് പ്രസംഗം നിർത്തിയെന്ന്. സ്തോത്രം. അന്നത്തോടെ ഉണർവ് പ്രസംഗം ചെയ്തു നിർത്തി. വളരെ ശാന്തമായി ഞാൻ ഉപദേശം പ്രസംഗിച്ചോണ്ടി. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ പലർക്കും ഈ പ്രസംഗം, അതിന്റെ ശൈലികൾ, അല്ലെ, അത് എടുത്തു കാണിക്കുന്ന രീതികൾ, ചിലരൊക്കെ പ്രസംഗിക്കുന്നവരെയും എന്ത് ചെയ്യും? നോക്കും. വേഷവിധാനമൊക്കെ നോക്കും, അല്ലേ? ഹല്ലേലൂയ. ഇന്നാളി ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ, എനിക്ക് വലിയ മീറ്റിംഗ് ഒന്നും കിട്ടാറില്ല. എന്നെ കണ്ടാൽ ആരും മീറ്റിംഗ് ആ ലുക്കായിരിക്കും, അല്ലേ? എന്നെ കണ്ടാൽ ആരാ മീറ്റിംഗ് എന്ന് പറയുന്ന പോലെ. അതെ, ഒരാൾ എന്നോട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രസംഗമൊക്കെ പലരും ഏറ്റെടുക്കുന്നത് കാഴ്ചയാലായിരുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവരുടെ നേതാവ് പൗലോസ് അവിടുത്തെ ഒരു നേതാവായിരുന്നു സഭയിലെ. അപ്പൊ അവരുടെ കാഴ്ച, നേതാവൊക്കെ നല്ല ഒരു എന്താ പറയാ, നോക്കുമ്പോ ഒരു നല്ല രീതിയിലുള്ള ഒരു നേതാവായിരിക്കണം, ധനികനായിരിക്കണം. കൂടാതെ അവിടുത്തെ വിശ്വാസികളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം ആണ്. അപ്പൊ ഇങ്ങനെ കണ്ടും വിലയിരുത്തിയും ഏറ്റെടുക്കുന്ന ഒരു കൂട്ടം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. 1.5 വർഷം താൻ അവിടെ നിന്ന് സുവിശേഷം പറഞ്ഞ് സഭ സ്ഥാപിച്ചു. 1.5 വർഷം. 1.5 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയപ്പോൾ, ശ്രദ്ധിച്ചു കേട്ടോണം, അവിടെ നിന്ന് പോയപ്പോൾ, ഞാൻ ഇന്ന് ഈ വിഷയം മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടെ നിന്ന് പോയപ്പോൾ ചില കള്ള അപ്പോസ്തലന്മാർ, ചില വ്യാജ അപ്പോസ്തലന്മാർ സഭയ്ക്കകത്ത് വന്നു കയറി. കേൾക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? സഭയ്ക്കകത്ത് വന്നു കയറി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം നിങ്ങൾ പിന്നെ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് വായിക്കേണ്ട, വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. 2 കൊരിന്ത്യർ 11-ാം അധ്യായമൊക്കെ. അപ്പൊ സഭയ്ക്കകത്ത് കള്ള അപ്പോസ്തലന്മാർ, വ്യാജ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? വന്നു കയറി. ഹല്ലേലൂയ. അവര് വന്നിട്ട് പൗലോസിനെ കുറിച്ചാ പറയുന്നത്. നിങ്ങൾ അപ്പോസ്തലനെന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ ദാസനായ പോളില്ലേ, പോൾ, ആ പോളിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. സ്തോത്രം. ഈ 10-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചേ. 10-ാം അധ്യായം 10-ാം വാക്യം.
സ്തോത്രം. അവന്റെ ലേഖനങ്ങൾ ആ ഘനവും അപ്പൊ കണ്ടോ, പൗലോസ് എഴുതിയ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ആ ഉള്ളവ തന്നെ. കേട്ടോ, അപ്പൊ പൗലോസ് എഴുതിയ ലേഖനങ്ങളൊക്കെ മനോഹരമാണ്, ഈടുറ്റതാണ്, മാറ്റി വെക്കേണ്ടതല്ല. അതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത വാക്യം, ശരീര സന്നിധിയോ പക്ഷെ ശരീരം നോക്കുമ്പോ ബലഹീനവുമാണ്, വാക്ക് നിന്ദ്യവുമത്രേ. വാക്ക് നോക്കുമ്പോ നിന്ദ്യോ. മനസ്സിലാവുന്നുണ്ടോ? താൻ എഴുതി തന്ന ലേഖനങ്ങൾ ഗംഭീരമാണ്, അല്ലേ? സ്തോത്രം. ഈ വ്യാജ അപ്പോസ്തലന്മാര് പറയുക എന്താ? ഗംഭീരമാണ്. പക്ഷേ നിങ്ങൾ അവന്റെ ശരീരം നോക്കി. നമ്മുടെ ദൂത് മറക്കല്ലേ, കാഴ്ചയാലല്ല. ദൂത് മറക്കല്ലേ, നിങ്ങൾ അവന്റെ ശരീരം ഒന്ന് നോക്കിക്കേ. സ്തോത്രം. അതാണ് അവര് പറയുന്നത്. ഈ AD 200 എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്, പൗലോസിന്റെയും തെക്ലയുടെയും പ്രവർത്തികൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ അകത്ത് പൗലോസിന്റെ ശരീരത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എത്രത്തോളം വാസ്തവമാണ് അറിയത്തില്ല, എങ്കിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് വലിയ പൊക്കമില്ലാത്തൊരു മനുഷ്യൻ. കേൾക്കുന്നുണ്ടോ? വലിയ പൊക്കമില്ലാത്ത ഒരു മനുഷ്യൻ, തലമുടി കേറി കഷണ്ടി കാണാവുന്നൊരു തല, കാലുകൾക്ക് ചെറിയ വളവുണ്ട്, മൂക്കും അല്പം വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു രൂപമാണ് ആരെ കുറിച്ച് എഴുതിയത്? പൗലോസിനെ കുറിച്ച് എഴുതിയത്. ഹല്ലേലൂയ. അപ്പൊ ഇവര് പറയാ, ലേഖനമൊക്കെ ഘനമുള്ളതാണേലും അവന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോ കാണാൻ വലിയ, നമ്മുടെ ഭാഷ കേട്ടോ, കാണാൻ വലിയ, നിങ്ങൾ പറ, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മിണ്ടാതിരിക്കുക, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല, അല്ലേ? സ്വോത്രം. ഹല്ലേലൂയ. ഇത് തന്നെ അവരും പറഞ്ഞു. അപ്പൊ കാഴ്ചയിൽ വിധിക്കുന്നവരെ ഉണ്ടെങ്കിൽ ഓർത്തോണം, ഇവന്റെ അകത്തൊരു വ്യാജനിരിപ്പുണ്ട്. സ്വോത്രം. വ്യാജന്മാരെ അത് പറയുന്നുണ്ട്. യഥാർത്ഥ ആത്മാവുള്ളവൻ പുറമെ നോക്കി വിധിക്കത്തില്ല, അവൻ അകം നോക്കും. സ്വോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവര് പുറമെ നോക്കിയിട്ട് പറയാ, ഇതാണോ ദൈവത്തിന്റെ ദാസൻ? സ്വോത്രം. ഞങ്ങളെ എന്നോ സെറ്റപ്പില്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ. ഹല്ലേലൂയ. മനസ്സിലാകണമെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം ഒന്ന് വായിച്ചാൽ മതി. എല്ലാം എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല. ഞങ്ങളെ നോക്കിയേ, അപ്പോസ്തലന്മാരെന്നൊക്കെ പറഞ്ഞ ഇവന്മാരെയൊക്കെ ആരാക്കിയെന്ന് പോലും ഇവന്മാർക്ക് അറിയത്തില്ല. നിങ്ങൾ കയറിയതാ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ. സ്വോത്രം. ഞങ്ങളെയൊക്കെ നോക്കിയേ, നിങ്ങളുടെ അപ്പോസ്തലൻ, ദൈവത്തിന്റെ ദാസൻ, നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന പൗലോസിനെ എന്ന് നോക്കിക്കേ. അവനെ കണ്ടാൽ അവന്റെ കൂടെ ദൈവം ഉണ്ടോ എന്ന് പറയുമോ? കേൾക്കുന്നുണ്ടോ? അവനെ കണ്ടാൽ അവന്റെ കൂടെ ദൈവം ഉണ്ടോന്ന് പറയുമോ? ഇവര് ജനത്തിന്റെ അകത്തേക്ക് നിടുക. സ്തോത്രം. എന്നിട്ട് അവര് പറയുന്ന മറ്റൊരു കാര്യമാണ്, എപ്പോ എഴുതിയാലും അല്ലെ എപ്പോ വിശേഷം അറിഞ്ഞാലും ഉപദ്രവം, കയ്യേറ്റം, അടി, ഇടി, കേൾക്കുന്നുണ്ടോ? കപ്പൽ ഛേദം, ഇതല്ലാതെ ഇയാൾക്ക് പറയാൻ നമ്മുടെ ഭാഷ പറഞ്ഞ ബുദ്ധിമുട്ടും കഷ്ടതയും പ്രയാസവും കണ്ണുനീരും. കേൾക്കുന്നുണ്ടോ? നീന്തൽ അറിയാത്ത കുഞ്ഞിനെ വെള്ളത്തിയിട്ട് കയ്യും കാലും അടിക്കുന്ന, ഇത് മാത്രമേ പറയാൻ ഉള്ളൂ. അപ്പോസ്തലനെ കുറിച്ച് വിശേഷം വല്ലതും ചോദിക്കുന്നുടനെ കടന്നുപോയ കഷ്ടതകളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും പ്രതിസന്ധികളെ കുറിച്ചുമാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്?
ഇവരുടെ ചോദ്യമാണ്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ടത അനുഭവിക്കുമോ? ഇങ്ങനെ പ്രയാസം അനുഭവിക്കുമോ? ഇങ്ങനെ ബുദ്ധിമുട്ട്? കഥ പോലെ കേൾക്കരുതേ, കഥ പോലെ കേൾക്കരുതേ. സ്തോത്ര ഹല്ലേലൂയ. വ്യക്തമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കോർത്തിണക്കി പഠിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം കൂടെയുള്ള അപ്പോസ്തലനാണെങ്കിൽ, ദൈവത്തിന്റെ ദാസനാണെങ്കിൽ, സ്തോത്രം, ഇങ്ങനെ എന്ത് ചെയ്യാ? ഇങ്ങനെ സംഭവിക്കൂ? ഞങ്ങൾ അപ്പോസ്തലന്മാരെ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങൾക്ക് കഷ്ടതയില്ല, ഉപദ്രവവും ഇല്ല, കണ്ണുനീരും ഇല്ല. അപ്പൊ ആരുടെ കൂടെയാ? ദൈവം. എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോരിന്തിലെ വിശ്വാസികൾ തപ്പിപ്പോത്തേ ഉള്ളൂ. കാരണം അവര് പാരമ്പര്യ വിശ്വാസികളല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരർത്തമീസ് എന്ന് പറയുന്ന ദേവിയെ ആരാധിച്ചവരാണ്. കേൾക്കുന്നുണ്ടോ? അവരുടെ ഇടയിലൊക്കെ ഇതും ഇട്ടു. വ്യാജ അപ്പോസ്തലന്മാർ. ദൈവം കൂടെയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ കയ്യേറ്റവും ഉപദ്രവവും ഞെരുക്കവും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം കൂടെ ഇല്ലെന്ന അർത്ഥം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇനി അടുത്തതാ പറഞ്ഞ വാക്കുകള്. എന്നാ വിശ്വാസിയല്ലേ, ഒന്ന് സ്നേഹത്തോടെ എന്ത് ചെയ്തില്ല? ഇടുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ കാര്യമല്ല, വ്യാജ അപ്പോസ്തലന്മാര് പറഞ്ഞ കാര്യമാണ്. എന്നാ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് പറയട്ടെ. വാക്കൊക്കെ കേട്ട ഒന്ന് പോരുന്നിരുന്ന് വായിച്ചു നോക്കണം. വാക്കൊക്കെ കേട്ട നിന്ന നിപ്പിലങ്ങ് ഒഴുകി പോയാൽ മതിയെന്ന് തോന്നിപ്പോയി. നമ്മൾ പറയാറില്ലേ, ഭൂമി അങ്ങ് പിളർന്നാ മതിയായിരുന്നു പറയാറില്ലേ? ആ രീതിയിലുള്ള സംസാരം എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങളൊക്കെ എന്ത് സ്നേഹത്തോടെ, ഞങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങ് അലി. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഭാഷ പറഞ്ഞ എന്ത് സോപ്പിട്ട് മതപ്പിച്ച ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ. പതപ്പിക്കുന്നതിനെയൊക്കെ നീ സൂക്ഷിച്ചോണം. പറഞ്ഞാലങ്ങ് വിടുക. സ്വത്രം. ശ്രദ്ധിച്ചേ. അപ്പൊ ഇവരെ എന്തോ നിന്നയുള്ള വാക്കുകള് ഈ മനുഷ്യൻ പറയുന്നത്. നിങ്ങൾ ആത്മാവിലൊന്ന് ഇമേജ് ചെയ്യണം കേട്ടോ, അതൊന്ന് ഇമേജ് ചെയ്യണം. പക്ഷെ പൗലോസ് എങ്ങനെ നിന്ന് സംസാരിച്ച് വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. ഒരു അപ്പനെ പോലെ അല്ല സംസാരിച്ചത്, ഒരു ഗുരുവിനെ പോലെ. ഒരു ഗുരുവിനെ പോലെ പൗലോസ് സംസാരിച്ചത്. തന്റെ സംസാരത്തിൽ ശകാരത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. സത്യമാണ്. എന്തിനാ? സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അവർ ദൈവകൃപയിൽ ഉറച്ചു നിൽക്കണം. അവര് ദൈവത്തിനു വേണ്ടി ഉറച്ചു നിൽക്കണം. അവര് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം. അവരെ ആരും തെറ്റിച്ചെന്ത് ചെയ്യരുത്, കളയരുത്. അതിനുവേണ്ടി അവരെ ഉറപ്പിച്ചു നിർത്താൻ അവൻ പലപ്പോഴും സഹായിച്ചു. ഒരു ഗുരു തന്റെ ശിഷ്യരോട് പറയുന്ന പോലെ ഇതെല്ലാം കൂടെ എടുത്ത് കാണിച്ചിട്ടാണ് ഇവര് വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രീതി എന്ത് ചെയ്തത്? സമ്പാദിച്ചത്. എല്ലാരും എന്നെ ശ്രദ്ധിച്ചിരിക്കണം, എന്നെ ശ്രദ്ധിച്ച്. പ്രീതി എന്ത് ചെയ്തത്? സമ്പാദിച്ചത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം കൂടെ കേട്ടിട്ട് പൗലോസിനെ ഒന്ന് വിലയിരുത്തി. ആര്? കോരിന്തിലെ വിശ്വാസി. ശരിയാണല്ലോ, അവര് പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെതാകുന്ന കുറവുകൾ ശരീരത്തിൽ ഉണ്ട്. സ്തോത്രം. ഇനി വാക്കുകൾ നോക്കിയാൽ ഇനി എപ്പം വിശേഷം പറഞ്ഞാലും പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടതയും എന്റെ ഭാഷ പറഞ്ഞാൽ ദൈവം നടത്തിയ വഴികൾ അല്ലേ? അല്ലേ? ആ മനുഷ്യൻ അതാ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവരൊന്ന് വിലയിരുത്തിയപ്പോൾ കാഴ്ചയിൽ പൗലോസിനെ കുറിച്ച് പറഞ്ഞത് കൃത്യം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 4ഉം 5ഉം അധ്യായങ്ങൾ എഴുതിയത്. മനസ്സിലാകുന്നുണ്ടോ? 4ഉം 5ഉം അധ്യായങ്ങൾ പോൾ എഴുതാനുള്ള കാരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. തന്റെ ജീവിതം വിശദീകരിക്കുന്ന 4ഉം 5ഉം അധ്യായം നിങ്ങൾ വായിക്കണം കേട്ടോ വീട്ടിൽ ചെന്നിട്ട്. അല്ലെങ്കിൽ AD 55 56 മക്കദോനിയയിൽ ഞാൻ ആ ചരിത്രം ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു വാക്ക് എഴുതി കേട്ടോ, വലിയ ദുഃഖത്തോടെ ആ മനുഷ്യൻ ഈ അധ്യായം എഴുതി. അങ്ങനെ എഴുതിയിരിക്കുന്നത് വലിയ ദുഃഖത്തോടെ, വലിയ ആത്മഭാരത്തോടെ. എന്ന് വെച്ചാൽ 1.5 വർഷം തന്റെ ശരീരം, തന്റെ ജീവിതം, തനിക്കുള്ളതെല്ലാം കൊടുത്ത് കോരിയിൽ വ്യാപരിച്ചു നിന്ന പൈശാചികത്തിന്റെ കൂട്ടങ്ങളെ തകർത്ത് ദൈവത്തിന്റെ സഭ സ്ഥാപിച്ച് ദൈവജനത്തെ അവിടെ ആക്കി താൻ മടങ്ങിപ്പോയപ്പോൾ പിന്നീട് താൻ കേൾക്കുന്നത് തന്റെ അപ്പോസ്തലിക അധികാരത്തെ വരെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ജനം വളർന്നു. എങ്ങനെ ദുഃഖം വരാതിരിക്കും? സ്തോത്രം, സ്തോത്രം. താൻ വില കൊടുത്ത് നേടിയ തന്റെ മക്കൾ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ തന്നോട് വ്യാജ അപ്പോസ്തലന്മാർ പറയുന്നത് കേട്ട് ഹല്ലേലൂയ കാഴ്ചയാൽ തന്നെ നോക്കി വിലയിരുത്തിയപ്പോൾ തന്റെ ശുശ്രൂഷ അനുഭവിച്ചവര് പോലും മറക്കരുത്, തന്റെ ശുശ്രൂഷ അനുഭവിച്ചവര് പോലും ഈ വാക്കുകളുടെ മുൻപിൽ സ്തോത്രം, സ്തോത്രം, അവരും അവരുടെ ആ പഴയ സ്വഭാവം പുറത്തെടുത്തപ്പോൾ വളരെ ദുഃഖത്തോടെ മക്കദോനിയയിൽ ഇരുന്ന് ആ മനുഷ്യൻ എഴുതിയതാണ് 4ഉം 5ഉം അധ്യായങ്ങൾ. സ്തോത്രം. എന്നിട്ട് പൗലോസ് പറയാ, ശരിയാ ശരിയാ, നിങ്ങളുടെ കാഴ്ചയിൽ ഞാൻ തകർന്നവനാണ്. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ കാഴ്ചയിൽ ഞാൻ ആരാ? തകർന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 15 എടുക്കണ്ട 15:32 പറയുന്നു, എഫെസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം ചെയ്തു. ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി. കേൾക്കുന്നുണ്ടോ? എഫെസോസിൽ വെച്ച് ഞാൻ എന്ത് ചെയ്തു? മൃഗയുദ്ധം. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ അർത്ഥം? എന്തുവാ? ചരിത്രം പഠിക്കണം. റോമൻ കാല ഭരണകാലത്ത് കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ട്. അവിടെ 24,000 പേരോളം ഇരിക്കുവാൻ കഴിയുന്ന ഒരു വലിയ സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ അകത്ത് വന്യമൃഗങ്ങളെ ഇറക്കി വിടും. എന്നിട്ട് കുറ്റവാളികളെ എന്ത് ചെയ്യും? ഇറക്കും. ആ മൃഗവുമായിട്ട് ഈ കുറ്റവാളി യുദ്ധം ചെയ്യണം, പോരാടണം. ജയിക്കുവോ? ജയിക്കുവോ? അവർക്കറിയാം ഈ കുറ്റവാളി മരിക്കും. അതിനുള്ള ഒരു സംവിധാനമാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിലയിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനം, കുറ്റവാളികളെ മൃഗത്തിന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്ത് മൃഗവുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി അതിൻ്റെ അകത്ത് ജയിക്കണം. സ്തോത്രം. ഒരു ചരിത്രകാരൻ പറയുന്നത് ശരിയോ തെറ്റോ അറിയത്തില്ല, പൗലോസിനെ അങ്ങനെ ഇട്ടെന്നാ പറയുന്നത്. പക്ഷെ പൗലോസിന്റെ മുമ്പിൽ വന്ന മൃഗം ചലിച്ചില്ലെന്നാ എഴുതിയത്. ചലിച്ചില്ലെന്ന് എഴുതി. എത്രത്തോളം അത് വാസ്തവമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ പൗലോസിനെ അവിടെ ഇട്ടു. പക്ഷേ ആ മൃഗം പൗലോസിന് നേരെ കുതിച്ചു വരാൻ കഴിയാതത് നിശ്ചലമായി നിന്നെന്ന ആ ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ ചരിത്രകാരന്മാര് പറയുന്നത് റോമൻ ഭരണത്തിനൊരു നിയമമുണ്ട്. റോമൻ പൗരനാണെങ്കിൽ, ശ്രദ്ധിച്ചേക്കണം, റോമൻ പൗരനാണെങ്കിൽ ഈ വിധിക്ക് അവനെ ഏൽപ്പിക്കത്തില്ല. അതിനാണ് കൂടുതൽ എന്താ പറയാ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനാ. സ്തോത്രം. റോമൻ, നമുക്കറിയാം പൗലോസ് ഒരു റോമൻ പൗരനാണ്.
അതുകൊണ്ട് തന്നെ ആ ഒരു ശിക്ഷയ്ക്ക് റോമൻ പൗരനെ വിധേയപ്പെടുത്തരുതെന്നുള്ള നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ സ്തോത്രം. അതാ പൗലോസ് പറയുന്നത് മൃഗയുദ്ധം. ഹല്ലേലൂയ. പൗലോസ് ഹല്ലേലൂയ വിശേഷിപ്പിക്കുന്നത് അവർക്ക് റോമൻ പൗരത്വം ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ശിക്ഷ ശിരച്ഛേദമാണ്. പൗലോസ് അങ്ങനാണ് മരിച്ചത്, അറിയാമല്ലോ. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. പിന്നെ പൗലോസ് എന്താ മൃഗയുദ്ധം എന്ന് പറഞ്ഞത്? പല പണ്ഡിതന്മാരും പറയുന്നത് മൃഗയുദ്ധം എന്ന് പൗലോസ് പറഞ്ഞത് ചില മനുഷ്യരെ മുമ്പിൽ കണ്ടോണ്ടാണ്. ചില യഹൂദരെ ചില റോമിലുള്ള മനുഷ്യരെയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? സ്തോത്രം. നമ്മളും ഒക്കെ പറയാറുണ്ട് അല്ലേ ചില മനുഷ്യരെ. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കിയ മൃഗങ്ങൾക്കാ നാണം കേടല്ലേ? ശരിയല്ലേ? മൃഗങ്ങൾക്കാ നാണം കേട്. അവരെ ചേർത്ത് മനുഷ്യരെ പറയുമ്പോൾ ആ രീതിയിൽ മനുഷ്യന്റെ രീതി സ്വഭാവം മാറി. ചില ഭാഗം വിടുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. എങ്ങനെയാ ചില മനുഷ്യരെ പൗലോസ് പറയാൻ കാര്യം? ഹല്ലേലൂയ സ്തോത്രം. ചരിത്രം പഠിക്കുമ്പോൾ എഫെസോസിൽ 3 വർഷം താൻ ഉണ്ടായിരുന്ന സമയത്ത് അർത്തമിസ് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ബിസിനസ്സുകാർ. പൗലോസ് വന്ന് സുവിശേഷം പ്രസംഗിച്ചു. അല്ലെങ്കിൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ വെളിപ്പെടുത്തിയപ്പോൾ ഈ വിഗ്രഹം മേടിക്കുന്ന പുള്ളികളല്ലേ എവിടെ വന്നു? സുവിശേഷത്തിന്റെ അകത്ത് വന്നു, പള്ളിക്കകത്ത് വന്നു, വിശ്വാസത്തിന്റെ അകത്ത് വന്നു. ഇവര് നോക്കിയപ്പം സാധനം മേടിക്കാൻ ആള് വരുന്നില്ല. ഇവരുടെ ബിസിനസ് എന്തായി? ദോഷമായത് മാറി. അവരൊന്ന് വിലയിരുത്തിയപ്പോൾ പൗലോസ് എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ കേറിയതിന് ശേഷം ഹല്ലേലൂയ അവൻ അനേകരെ ഈ സുവിശേഷത്തിലേക്ക് നയിച്ചു എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവനെ കൊന്നുകളയാൻ ഒരു കൂട്ടം അവനെതിരെ എഴുന്നേറ്റു. അവരെ കണ്ടോണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ മൃഗയുദ്ധം ചെയ്താണ് നിന്നത്. ഞാൻ മൃഗയുദ്ധം ചെയ്താണ് നിന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ മൃഗയുദ്ധം ചെയ്താണ് നിന്നത്. ആമേൻ. മരണവിധി വരെ എനിക്ക് അവിടെ വെച്ച് വന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നീട് വായിച്ചാൽ മതി. 2 Corinthians 1-ാം അധ്യായത്തില് മരണവിധി വരെ എനിക്ക് അവിടെ വന്നു. സ്തോത്രം. 12-ാം അധ്യായത്തിലൊക്കെ വരുമ്പോ പറയുന്നുണ്ട് എന്റെ ശരീരത്തിൽ ഒരു മുള്ള് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ മൃഗയുദ്ധം ചെയ്തു അല്ലെ? ഞാൻ മൃഗയുദ്ധം ചെയ്തു. ഞാൻ മരണവിധി കാത്തിരുന്നു. എന്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ കാഴ്ചയിൽ ഞാൻ തകർക്കപ്പെട്ടവനാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ കാഴ്ചയിൽ ഞാൻ ഒരു ലുക്കില്ലാത്തവനാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ കാഴ്ചയിൽ ഞാൻ മരണം കണ്ടു കിടന്നവനാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ കാഴ്ചയിൽ ഞാൻ രോഗത്തെ ചുമക്കുന്നവനാണ്. എന്റെ ശരീരം ബലഹീനമാ. ഞാൻ രോഗത്തെ ചുമക്കുന്നവനാ. നിങ്ങൾ പറഞ്ഞത് ശരിയാ. എന്റെ മേലൊരു മുള്ളുണ്ട്, എന്റെ മേലൊരു ശൂലമുണ്ട്, എനിക്കറിയാം. അല്ലെ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളുടെ കാഴ്ചയിൽ ഞാൻ പോരാത്തവനാ. പക്ഷെങ്കിൽ പൗലോസ് പറയാണ് എന്റെ പുറമേയുള്ള നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങൾ പുറമെ നോക്കുമ്പോൾ എന്റെ ശരീരം ഓരോ ദിവസവും മരണത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാം. സത്യമാ സത്യമാ. നിങ്ങൾ നോക്കുന്ന കാഴ്ചയിൽ ഞാൻ എല്ലാം കൊണ്ട് നെഗറ്റീവാ. ഞാൻ എല്ലാം കൊണ്ട് നെഗറ്റീവാ. പക്ഷെ ആ എന്റെ അകത്താണ് അവന്റെ ആത്മാവിനെ കാണുന്നത്.
കാലിന്റെ ഏണിലെഴുതി ആ എണ്ണിലാണ് അവന്റെ ആത്മീയ ശക്തി. ആ എണ്ണിലാണ് അവന്റെ ആത്മീയ ശക്തി. നിങ്ങളോട് വ്യാജ ഉപദേശം പറഞ്ഞു വന്നാല് പുറമെ ഗ്രാമത്തിൽ ഈ ആത്മീയ ശക്തി ഇല്ല. പക്ഷെ എന്റെ എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലായി? ആ വെളിപ്പാട് മനസ്സിലായി. സ്തോത്രം, സ്തോത്രം. വാക്ക് ചാതുര്യമുള്ള, കണ്ടാൽ സൗന്ദര്യമുള്ള, പ്രൗഢമനോഹരമാകുന്ന ശരീരവും വസ്ത്രവും ഒക്കെ ഉള്ള അപ്പോസ്തലന്മാർ ഇപ്പൊ നിങ്ങളുടെ കാണും. പക്ഷെങ്കിൽ ഞാൻ തകർക്കപ്പെട്ടവനാ, ഞാൻ തകർന്നുകൊണ്ടിരിക്കുന്നവനാ. ഓരോ ദിവസവും മരണത്തെ ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നവനാ. സ്തോത്രം, സ്തോത്രം. എത്രയും വേഗത്തിൽ മരിച്ച് എന്റെ ജീവനുള്ള ക്രിസ്തുവിലേക്ക് ചേരുക എന്നുള്ളത് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ എന്റെ അകത്തുണ്ട്. അതെ, പക്ഷേ നിങ്ങൾ പറയുന്ന ഇവരൊക്കെ പ്രൗഢമനോഹരമാണെങ്കിലും അവരുടെ തകർക്കപ്പെട്ട ഒന്നിനും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തിരിച്ചോണം. നിങ്ങൾ എന്റെ പുറമേയല്ലേ നോക്കുന്നത്, അല്ലേ? നിങ്ങൾ എന്റെ മുടി നരച്ചതല്ലേ നോക്കുന്നത്? ഞാൻ എന്റെ ഭാവന, നിങ്ങൾ എന്റെ മുടി നരച്ചതല്ലേ നോക്കുന്നത്? നിങ്ങൾ എന്റെ കാല് വളഞ്ഞിരിക്കുന്നതല്ലേ നോക്കിയത്? നിങ്ങൾ എന്റെ തലമുടി ഇല്ലാതെ കഷണ്ടിയേറിയതല്ലേ നോക്കിയത്? നിങ്ങൾ എന്റെ ചെറിയ മൂക്കിന്റെ വളവല്ലേ നോക്കിയത്? നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ കഷ്ടതയാ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ദുഃഖമാ പറഞ്ഞ, വേദനയാ പറഞ്ഞത്. പക്ഷെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നല്ല അപ്പോസ്തലന്മാർ കളിക്കുന്നവരുണ്ടല്ലോ, അവരെ നോക്കുമ്പോൾ ശരിയാ, പുറമെ കാഴ്ചയിലെല്ലാം കൊണ്ട് നല്ലതാ. അവർക്ക് ദുഃഖമില്ല, അവർക്ക് പ്രയാസമില്ല, അവർക്ക് പ്രതികൂലമില്ല. പക്ഷേ നിങ്ങൾ എന്റെ പുറമെ നോക്കുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ നോക്കുന്നത് എന്റെ അകത്താണ്. ഞാൻ വിശ്വാസത്തോടെ നോക്കുന്നത് എന്റെ അകത്ത് പകർന്നതിനെയാണ്. ഇത് ചിലരുടെ കാഴ്ചമാകട്ടെ, ചിലരുടെ കാഴ്ചമാകട്ടെ. എന്റെ പുറമെയുള്ള ശരീരത്തിൽ ബലഹീനതയല്ല, രോഗമല്ല, പ്രതികൂലമല്ല, പ്രതിസന്ധിയല്ല. നിന്റെ അകത്ത് പകർന്നതിന് ഈ ആത്മാവിലൊന്ന് കാണാൻ. അതാ പൗലോസ് പറഞ്ഞേ, ഞങ്ങളുടെ നടപ്പ് വിശ്വാസം. 4:18 പറയുന്നു, നിങ്ങൾ എന്റെ പുറമേയല്ലേ നോക്കിയേ, പുറമേയല്ലേ നിങ്ങൾ എന്നെ നോക്കിയേ. ശരിയാ, പുറമെയുള്ളവൻ ബലഹീനമാ. പക്ഷെ ഞാൻ വിശ്വാസത്തോടെ നോക്കുന്നത് എവിടാന്നറിയാമോ? അകത്തേക്ക് ഞാൻ വിശ്വാസത്തോടെ നോക്കിയപ്പോ കാണുന്നത് എന്താണെന്നറിയാമോ? പുറമെയുള്ളവൻ ബലഹീനമാകുമ്പോൾ നാൾ ശക്തിയെ പുതുക്കുന്ന ഒരുവൻ എന്റെ അകത്തുണ്ട്, എന്റെ അകത്തുണ്ട്. അത് വിശ്വാസ കണ്ണുകളാലെ കാണാൻ പറ്റത്തുള്ളൂ, അത് വിശ്വാസ കണ്ണുകളാലെ കാണാൻ പറ്റത്തുള്ളൂ. ആ വെളിപ്പാട് എത്രവർക്കുണ്ട്? ആ വെളിപ്പാട് എത്രവർക്കുണ്ട്? ആ വെളിപ്പാട് എത്രവർക്കുണ്ട്? കണ്ടോ, കണ്ടോ നിങ്ങള്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്റെ പുറമേ നോക്കുന്നേ, ഞാൻ വിശ്വാസ കണ്ണുകളാൽ എന്റെ അകത്ത് പകർന്നതിനെ നോക്കുന്നത്. അവരിൽ ഇല്ലാത്തത് എന്റെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. 1.5 വർഷം നിങ്ങളത് അനുഭവിച്ചവരാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇത്ര ആവേശത്തോടെ പറയുന്നത് എന്നാന്നറിയാമോ? ഇന്ന് ചില കാഴ്ചയിലുള്ള വിശ്വാസം അഴിയണം, അഴിയണം.
അഴിയണം, അഴിയണം. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നീ മുൻപോട്ട് പോകണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നെ കാഴ്ച കൊണ്ട് അളക്കരുത്. എന്റെ ജീവിതം ഓടിക്കുന്നത് അല്ല, നടക്കുന്നത് കാഴ്ചയാലല്ല, പിന്നെയോ സ്വർഗീയ ദർശനത്തിന്റെ വിശ്വാസത്താലാണ് ഞാൻ മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പറഞ്ഞ മനസ്സിലായി. അതിന്റെ പൗലോസ് എടുത്തു കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ നടക്കുന്നത് കൂടാരം നോക്കിയല്ല. ഹല്ലേലൂയ. ഞാൻ നടക്കുന്നത് കൂടാരം നോക്കിയല്ല. നിങ്ങൾ നോക്കുന്നത് കൂടാരമാണ്. ഞാൻ നടക്കുന്നത് കൂടാരം നോക്കിയല്ല. ഞാൻ നടക്കുന്നത് കെട്ടിടം നോക്കിയാണ്. ഞാൻ നടക്കുന്നത് കൂടാരം നോക്കിയല്ല. ഞാൻ നടക്കുന്നത് കെട്ടിടം നോക്കിയാണ്. അതിന്റെ അകത്തളങ്ങളിൽ വെളിപ്പാടുള്ളവർ സ്തുതിക്കട്ടെ. അതാ 5-ാം അധ്യായം പ്രാരംഭത്തിൽ പറയുന്നത്. ഇതെല്ലാം അങ്ങോട്ട് നിരത്തി വെച്ചിട്ടാ പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കാണുന്ന പലതും ഞങ്ങൾ മനഃപൂർവ്വം കാണാതിരിക്കുകയും നിങ്ങൾ കാണാത്തത് ഞങ്ങൾ കാണുകയും ചെയ്യുന്നു. അതിനെയാണ് വിശ്വാസത്താലുള്ള നടപ്പ് എഴുതിയത്. എന്ന് വെച്ചാൽ വിശ്വാസത്താൽ ഇരിക്കുകയല്ല, വിശ്വാസത്താൽ നിൽക്കുകയല്ല, വിശ്വാസത്താൽ നടക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? നടപ്പെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ചെയ്യുന്നതാണ്. ദൈനംദിന ജീവിതത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഓരോ ദിവസത്തെയും കാൽച്ചുവട് വെപ്പ് പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നതിനനുസരിച്ചല്ല. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നാളെ മുതൽ കണ്ണും കെട്ടി നടക്കരുത്, കുഴിക്കകത്ത് കിടക്കും. സ്തോത്രം. അതല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആത്മീയമാകുന്ന നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് പരിശുദ്ധമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പുറമെയുള്ള കാഴ്ചകളിൽ അളന്നുകൊണ്ട് മുൻപോട്ട് പോകരുത്. നിങ്ങൾ കാണാത്തത് ദൈവം കാണുന്നു. ഹല്ലേലൂയ. ഞാനതൊന്ന് വെളിപ്പെടുത്തി തന്നിട്ട് ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ട് വായിപ്പിക്കുന്നൊന്നുമില്ല. കണ്ടോണ്ടിരുന്ന ദേശം, കണ്ടോണ്ടിരുന്ന ഭൂമി, കണ്ടോണ്ടിരുന്ന ഭവനം, കണ്ടോണ്ടിരുന്ന പ്രിയപ്പെട്ടവർ, അല്ലെ? സ്തോത്രം. അതെല്ലാം വിട്ടിട്ട് കാണാത്തതിനെ തേടിയിറങ്ങി. കാണാത്തതിനെ തേടിയിറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങള് എബ്രായ ലേഖനം 11:8 ഒന്ന് വായിക്കുമ്പോ നമുക്കത് മനസ്സിലാകും. ഒന്ന് വായിച്ചേ. എബ്രായർ 11:8. ഞാൻ ദൂതിലേക്ക് വരിക. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ. അവിടെ വിശ്വാസത്തിന്റെ പ്രാധാന്യം. എവിടേക്ക് പോകുമെന്നറിയാതെ പുറപ്പെട്ടു. രാമൻ പറയാമോ? രാമൻ പറയാമോ? ഹല്ലേലൂയ. എവിടേക്ക് പോകണമെന്നറിയാതെ വിശ്വാസത്താൽ പുറപ്പെട്ടു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ.
വിശ്വാസത്താൽ എന്ത് ചെയ്തു? പുറപ്പെടും. എന്ന് വെച്ചാൽ എവിടേക്ക് പോകുന്നെന്ന് അബ്രഹാമിന് അറിയത്തില്ല. അബ്രഹാമിന് അറിയത്തില്ല. കാണിപ്പാനിരിക്കുന്ന ദേശമെന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ വിശ്വാസത്താൽ ഇരുന്നെന്നല്ല എഴുതിയത്, വിശ്വാസത്താൽ നിന്നെന്നല്ല എഴുതിയത്, വിശ്വാസത്താൽ അവൻ കാല് വെച്ചു, വിശ്വാസത്താൽ അവൻ മുൻപോട്ട് നടന്നു, വിശ്വാസത്താൽ അവൻ മുൻപോട്ട് പോയി. കൃപ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. വിശ്വാസത്താൽ നടന്നാൽ മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തി തരുന്നയോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ ദൈവം പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ നടന്നതുകൊണ്ട് വാഗ്ദത്തം വെളിപ്പെട്ടു വന്നത്. കൃപ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. നടന്നതുകൊണ്ട് എന്ത് ചെയ്തത്? വെളിപ്പെട്ടു വന്നത്. അബ്രഹാം പറഞ്ഞില്ല ആദ്യം ദേശം കാണിക്ക് എന്നാ ഞാൻ ഇറങ്ങാം, ആദ്യം ദേശത്തെ കുറിച്ചൊരു മേൽവിലാസം എനിക്ക് എന്നാ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞില്ല. അബ്രഹാം വിശ്വാസത്താൽ നടന്നപ്പോൾ ദൈവം അവന് വേണ്ടി ഒരുക്കി വെച്ചത് വെളിപ്പെട്ടു വരാൻ തുടങ്ങി. ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോൾ ഓരോന്നും വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് ആത്മാവ് ഇടപെടുക. കാഴ്ചയ്ക്ക് നീ നോക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഒന്നും വെളിപ്പെടുത്തുന്നില്ലെങ്കിലും, നിന്റെ മുമ്പിൽ എല്ലാം അടങ്ങിയിരിക്കുകയാണെങ്കിലും, നിന്റെ മുമ്പിൽ ഒന്നും വെളിപ്പെടാതിരിക്കുകയാണെങ്കിലും, വിശ്വാസത്തിൽ നീ നടന്നാൽ നിന്റെ മുമ്പിൽ ഇന്ന് പല ചിലരെ പ്രാർത്ഥിക്കണം. ഇന്ന് ചിലരെ പ്രാർത്ഥിക്കണം. ഇത് ചിലരോടുള്ള ദൈവ ശബ്ദമാണ്. നീ നോക്കുമ്പോൾ ഒന്നും നിന്റെ മുന്നിലില്ല. എല്ലാ സാധ്യതകളും മറന്നിരിക്കുന്നു, എല്ലാ മേഖലകളും മറന്നിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷേ ചെയ്യത്തില്ല. സ്വതന്ത്രം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇത് ചിലരെ ഞാൻ ആത്മാവിൽ കാണുന്ന ദൂതിനകത്ത്, നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിന്റെ മുൻപിൽ അടഞ്ഞവാതിലാണ്. നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയത്തില്ല. നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എങ്ങനെ പോകണമെന്ന് നിനക്കറിയത്തില്ല. പക്ഷെ വിശ്വാസത്തോടെ ചൂടുന്ന, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന, കാഴ്ചയല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിനക്കു വേണ്ടി അബ്രഹാമിന് വേണ്ടി വെളിപ്പെടുന്നതുപോലെ നിനക്കു വേണ്ടി അവൻ ചിലതും സ്വീകരിക്കുന്നവരിൽ ഈ ദൂരിന്റെ ത്വരിക്കൊരു നിയോഗമുണ്ടെന്ന് ആത്മീയ ദർശനം ലഭിക്കുന്നവരുടെ വിടുതൽ നടക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു കാര്യം പറയാം. അബ്രഹാം പുറപ്പെടുന്നതിന് മുമ്പ് ആകാശമുണ്ട്, ഇല്ലേ? അബ്രഹാം പുറപ്പെടുന്നതിന് മുമ്പ് നക്ഷത്രങ്ങളുണ്ട്, ഇല്ലേ? ഹലോ, ഇല്ലേ? ഉണ്ട്. സ്തോത്രം. അബ്രഹാം പുറപ്പെടുന്നതിന് മുമ്പ് കടൽക്കരയിലെ മണൽത്തരികളില്ലേ? പക്ഷെ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കടൽക്കരയിൽ കിടക്കുന്ന മണൽത്തരികളും നിന്നോടുള്ള വാഗ്ദത്തത്തിന്റെ ചേർന്ന് കിടക്കുന്ന അനുഭവമാണെന്നും, അല്ലെ നീ നോക്കാൻ പറഞ്ഞ് ദൈവത്തിന്റെ വാഗ്ദത്തം കൈമാറിയില്ലേ? ഹല്ലേലൂയ. ഇതിനു മുമ്പ് താൻ ജീവിച്ചിരുന്നപ്പോഴും ഇതുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതെന്താണെന്ന് വെളിപ്പെട്ടപ്പോഴാ വിശ്വാസത്തോടെ അവൻ ഇറങ്ങി തിരിച്ചപ്പോഴാ.
പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ച്, ഹല്ലേലൂയ, കടൽ മണൽത്തരികളെ കാണിച്ച്, ഹല്ലേലൂയ, ദൈവം അതിനെ വിവേചിച്ച് പറയുക, നിനക്കിതിനെ എണ്ണാൻ പറ്റുമോ? നിനക്കിതിനെ എണ്ണാൻ പറ്റുമോ? അതുപോലെ ഒരു തലമുറകളുടെ വാഗ്ദത്തം നിന്നിലൂടെ വെളിപ്പെടാൻ പോകുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിനു മുമ്പ് നക്ഷത്രമുണ്ടായിരുന്നു, ഇതിനു മുമ്പ് മണൽത്തരികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവന്റെ ജീവിതവുമായിട്ട് ദൈവം ചേർത്ത് വെളിപ്പെടുത്തിയത് എപ്പോഴാണെന്നറിയാമോ? വാഗ്ദത്തത്തിലേക്ക് നടന്നു തുടങ്ങിയപ്പോഴാണ്, വിശ്വാസത്തോടെ നടന്നു തുടങ്ങിയപ്പോഴാണ്. ഇന്ന് മകൻ ദൈവത്തിന്റെ ആത്മാവിനോട് വിളിച്ചു പറയുന്നു, കാഴ്ചയാൽ പലതും കണ്ടിട്ടല്ല, വിശ്വാസത്താൽ നീ കാഴ്ച വെക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് നിന്നോട് ദൂത് പറയുന്നേ. വിശ്വാസത്തിന്റെ കാര്യം നീ നിങ്ങൾ എബ്രായ ലേഖനം 11:7 നോക്കി. 7 ഒന്ന് വായിച്ച്. 7 വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി. മതി, അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ഇതുവരെ കാണാത്തത്. എന്താർത്ഥം? ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയിൽ മഴ പെയ്ക്കാൻ പോവുക. ആ മഴ ഒരു പ്രളയമായി മാറും. സ്തോത്രം. എന്റെ കൃപ ലഭിച്ച നീ ജനത്തെ നോക്കി പറയണം, മാനസാന്തരപ്പെടുവി. സ്വതന്ത്രം. നീ ഒരു പെട്ടകമുണ്ടാക്കണം. ഹല്ലേലൂയ. അന്നുവരെ തോരാതെ നിൽക്കുന്ന ഒരു മഴ പെയ്തിട്ടില്ല. തോരാതെ നിൽക്കുന്ന ഒരു മഴ മനുഷ്യൻ കണ്ടിട്ടില്ല. ഒരു പ്രളയം മനുഷ്യൻ കണ്ടിട്ടില്ല. സ്വതന്ത്രം. 1924 കേരളക്കരയിൽ ഒരു പ്രളയമുണ്ടായി. അതിനെയാണ് 99 പ്രളയം എന്ന് പറയുന്നത്. സ്തോത്രം. കോയമ്പത്തൂർ പ്രളയം അങ്ങനെയൊക്കെ കണ്ട അറിയപ്പെടുന്നത്. 1924 ഉണ്ടായതാണ് 99 പ്രളയം എന്ന് അറിയപ്പെടുന്നത്. അതിനുശേഷം കേരളക്കര കണ്ടത് 2018 അല്ലേ? പിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. പോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം, ഈ മനുഷ്യൻ പ്രളയം കണ്ടിട്ടില്ല, തോരാത്ത മഴയും കണ്ടിട്ടില്ല. പക്ഷെ നോഹ പ്രസംഗിക്കുക, മാനസാന്തരപ്പെടുവി. ദൈവം വെള്ളത്തിനാൽ, ജലപ്രളയത്തിനാൽ ഭൂമിയെ നശിപ്പിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാൻ പ്രസംഗിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. നോഹയോട് പറഞ്ഞപ്പോൾ നോഹ അത് ഏറ്റെടുത്തു. സത്യത്തിൽ കാഴ്ചയാൽ നോക്കുന്നവന് അതൊരു ഭ്രാന്തായിട്ട് തോന്നത്തില്ലേ? എന്റെ ചോദ്യം, നല്ല ചൂടുള്ള ഏപ്രിൽ മാസം, നല്ല ചൂട്, ചുട്ടുകൊള്ളുന്ന ചൂട്, ആ സമയത്ത് നിന്ന് പ്രസംഗിക്കുക, മഴ വരാൻ പോവുക, മാനസാന്തരപ്പെടുവി എന്ന് പ്രസംഗിച്ച പറയുന്നവൻ എന്തോ ഇവന് ഭ്രാന്താന്നേ പറയുന്നുള്ളൂ അല്ലേ? ശരിയാണോ? ഇതാ ആ ജനങ്ങൾക്ക് തോന്നിയത്. പ്രളയവും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. തോരാത്ത മഴയോ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാണാത്തതിനെ കുറിച്ച്
വിശ്വാസത്തോടെ നടന്ന് പ്രസംഗിച്ചു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? കാണാത്തതിനെ വിശ്വാസത്തോടെ നടന്ന് പ്രസംഗിച്ചു. അല്ലെങ്കിൽ പരിണിത ഫലം എന്തുവായി? ഏറ്റെടുത്ത് വിശ്വാസത്തോടെ നടന്ന് പ്രസംഗിച്ചവന്റെ ഏറ്റെടുത്തവന്റെ കുടുംബം രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം വെള്ളത്തിനടിയിലായി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്തോടെ നടക്കുന്ന നിന്നോട് ദൈവാത്മാവികൾ പറയാം, അനർത്ഥം നിനക്ക് വ്യസനമാകത്തില്ല, അപകടം നിനക്ക് വ്യസനമാകത്തില്ല. അവൻ നിന്റെ കൂടെ മറിഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. വിശ്വാസത്തോടെ നടന്നവന്റെ ഭവനം പെട്ടകത്തിനകത്ത് കയറി സുരക്ഷിതമായി. ഇന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നു. ഞാൻ ദൂതിലേക്ക് വരിക, പ്രാർത്ഥിക്കാൻ പോവുക. ദൈവാത്മാവിനോട് ഇടപെടുക. പുറമെ കാണുന്നതിനെ കണ്ട് നിന്റെ ജീവിതത്തെ നീ വിധിക്കരുത്. നിന്റെ സാഹചര്യത്തെ നീ വിധിക്കരുത്. ഹല്ലേലൂയ. പുറമെ നോക്കുമ്പോൾ നിനക്ക് രോഗമായിരിക്കും. ഉദാഹരണം പറയുന്നത്, പുറമെയുള്ള കാഴ്ച നോക്കുമ്പോ എന്താ? രോഗം. പക്ഷേ വിശ്വാസത്തിൽ നോക്കുന്നവൻ പറയും, ദൈവം എന്നെ വിടുവിക്കും. അതാ വ്യത്യാസം. പുറമെയുള്ള കാഴ്ചയിൽ നോക്കുന്നവൻ പറയും, എനിക്ക് രോഗം. വിശ്വാസത്തോടെ നോക്കുന്നവൻ പറയും, എന്നെ സൗഖ്യമാക്കുന്നവൻ എന്റെ ഒപ്പമുണ്ട്. പുറമെ നോക്കുമ്പോൾ അടഞ്ഞ വഴി, വിശ്വാസത്തിൽ കാണുന്നവൻ പറയും, അല്ലെങ്കിൽ ഏത് വഴിയെയും തുറക്കാൻ കരുത്തുള്ളവൻ എന്റെ കൂടെ ഉണ്ട്. അതാ വ്യത്യാസം. വിശ്വാസത്തിലുള്ള നടപ്പിന്റെ വ്യത്യാസം അതാ. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറയാം, വിശ്വാസത്തോടെ വേണം നടക്കാൻ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ വേണം നടക്കാൻ. മുൻപിൽ കാണുന്ന പലതും നിന്റെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് നീ വിചാരിക്കരുത്. നീ കാണുന്നത് നിന്റെ ജീവിതം കൊണ്ട് നിന്റെ ജീവിതത്തെ തീർക്കുമെന്ന് നീ വിചാരിക്കരുത്. ദൈവാത്മാവ് പറയുന്നു, നിന്റെ ആ മനോഭാവത്തെ ഇന്ന് തമ്പുരാൻ എടുത്ത് കളയാൻ പോവുക. സ്തോത്രം. വർഷങ്ങൾ കുറെയായി പാസ്റ്റർ ഞങ്ങൾ ഇത് കാണുന്നു, ഇതിനൊരു മാറ്റം ഇനിയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ആ കാഴ്ചപ്പാടിനെ ദൈവം എടുത്ത് കളയാൻ പോവുക. പൗലോസ് പറഞ്ഞതുപോലെ, ഓരോ ചുവടുവെപ്പും മരണത്തിലേക്കാണെന്നുള്ള ബോധ്യം എന്റെ അകത്തുള്ളുമ്പോൾ തന്നെ എന്റെ നോട്ടം ഇവിടെയല്ല, എന്റെ നോട്ടം ഉയരത്തിലേക്കാ. എന്റെ നോട്ടം ഇവിടെയല്ല, പകരുന്നതിലേക്കല്ല എന്റെ നോട്ടം, എനിക്ക് വേണ്ടി പണിയുന്നതിലേക്കാ എന്റെ നോട്ടം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക, ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു കൊടുക്കുക, ഇന്ന് പകൽക്കാലം വിധേയപ്പെട്ടു കൊടുക്കുക. കർത്താവേ, കാഴ്ചയ്ക്ക് മുമ്പിൽ കാണുന്നത് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെങ്കിൽ അതിനപ്പുറം ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. എന്റെ നന്മകൾ നഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്ത് വിശ്വാസത്തോടെ ചുവട് വെച്ച് പറയാം, ഒന്ന് നഷ്ടപ്പെട്ടാൽ 9 എനിക്ക് മുമ്പിൽ കൊണ്ടുവരാൻ കഴിവുള്ള എന്റെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാണ്, സ്വസ്ഥാനങ്ങളും എഴുന്നേറ്റ് നിന്നാണ്. ഇന്ന് പകൽക്കാലം സ്വസ്ഥാനങ്ങളും എഴുന്നേറ്റ് നിന്നവർ കണ്ണുകളെ അടച്ചാട്ടെ. ആരും അസാധ്യമായിട്ട് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ദൂതിനെ വെളിപ്പെടുത്തിയതേ ഉള്ളൂ. ഇനി അത് പ്രാപിക്കേണ്ട സമയമാണ്. ദൂതിനെ വെളിപ്പെടുത്തിയതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താൽ. ഹല്ലേലൂയ. ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താൽ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താൽ.
ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താൽ. അബ്രഹാം വിശ്വാസത്തിൽ കാൽ ചുവടെടുത്തു വെച്ചപ്പോൾ മറഞ്ഞിരുന്നത് ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. അബ്രഹാമേ, ഊരെന്ന് പറയുന്ന പട്ടണത്തിൽ നിൽക്കുന്നിടത്തോളം കാലം നിനക്കത് വെളിപ്പെടത്തില്ല. കണ്ടിട്ടിറങ്ങാമെന്ന് നീ വിചാരിക്കരുത്, നിനക്കത് വെളിപ്പെടത്തില്ല. നീ അതിര് കടന്ന് വിശ്വാസത്തോടെ പുറത്തു വന്നു കഴിയുമ്പോൾ നിനക്ക് ഓരോന്നായി ഞാൻ വെളിപ്പെടുത്തി തരും. നിന്നോട് ഓരോന്നായി ഞാൻ സംസാരിക്കും. തലമുറയെ കുറിച്ച് സംസാരിച്ചത് ഇറങ്ങിയതിന് ശേഷമാണ്. അങ്ങനെ ഓരോന്നും ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഓരോന്നും ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. ഓരോന്നും ദൈവം പറയാൻ തുടങ്ങി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചോട് പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ മണൽ തരികളെ കാണിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയി, വിശ്വാസത്താൽ നിന്റെ നടപ്പ് മറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടു വരും. മറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടു വരും. മറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടു വരും. ഞാൻ പറയുന്നത് പിശാച് മറച്ചു വെച്ചെന്നല്ല. പിശാച് മറച്ചു വെച്ചെന്നല്ല. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത് വെളിപ്പെടാതെ വണ്ണം, വെളിപ്പെടുത്താതെ വണ്ണം ദൈവം തന്നെ വെച്ചിരിക്കുന്ന സമയമുണ്ട്. അതിനെ പുറത്തു വെളിപ്പെടുത്താൻ പോവുകയാണ്. അതിനെ പുറത്തു വെളിപ്പെടുത്താൻ പോവുകയാണ്. അബ്രഹാം തനിക്കുള്ളതെല്ലാം വിട്ടിറങ്ങിയപ്പോൾ, ഇത് ചിലരോടുള്ള ദൈവദൂതാണ്. ദൈവാത്മാവ് ഇടപെടും. ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ട് നിന്നേ. അബ്രഹാം ഇതെല്ലാം വിട്ടിറങ്ങിയപ്പോൾ ഒരു പക്ഷെ കണ്ടോണ്ട് നിന്നവർ പറഞ്ഞു കാണും, ഇവന് ഭ്രാന്താണ്, ഇവൻ ബോധമില്ലാത്തവനാണ്, ഇവനെടുത്ത തീരുമാനം തെറ്റാണ്. കാരണം എല്ലാം അവനുണ്ട്. അത് കളഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ വിശ്വാസത്തോടെ നടന്നവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കുള്ളതിനേക്കാൾ എത്രയോ വലിയതാണ് എന്റെ ദൈവം വേണ്ടി ഒരുക്കി വെച്ചത്. അതെനിക്ക് കാണാൻ കഴിയുന്നത്, അതെനിക്ക് അറിയാൻ കഴിയുന്നത് ഞാൻ വിശ്വാസത്തോടെ കാഴ്ചവെടി വെച്ചതാണ്. നീ കാണുന്നത് അടഞ്ഞ വഴിയാണ്. നീ കാണുന്നത് നിന്റെ മുൻപിലെല്ലാം തകർന്ന കളയാണ്. എന്നാൽ ആത്മാവ് നിന്നോട് പറയുന്നു, വിശ്വസിക്കുക. ഇന്ന് മകൾ വിശ്വസിക്കുക. വിശ്വാസം ദൈവം നിനക്ക് വേണ്ടി ചിലത് വെളിപ്പെടുത്താൻ കഴിഞ്ഞു. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഞാൻ അവസാനിച്ചു എന്റെ കാഴ്ചയിൽ ഞാൻ അവസാനിച്ചു. എന്റെ വിശ്വാസത്തിന്റെ അവസാനമല്ല, അതിന്റെ ജയമാണ്. എന്റെ പക്ഷേ വിശ്വാസങ്ങളാണ് വിശ്വാസത്തിൽ
എന്നോട് പറയുകയാണ്, നിന്റെ കാഴ്ചപ്പാട് മാറുന്നു. വിഷയത്തിന്റെ ആകുന്നു കാണുന്ന കാഴ്ചപ്പാടാക്കിയിട്ടുണ്ട്. ദൈവാത്മാവ് ഓർത്തുമില്ല. ഈ പ്രാഗത്യം അവസ്ഥാനമാണ്. ഇത് തോന്നും എന്തോ വരുത്തി വെക്കുമെന്ന് പറയുന്ന അതാ മനാ ഈ തോന്നും വരുത്തി വെക്കുമെന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ട് ചിലപ്പോൾ വരുത്തി വെക്കുമെന്ന് തുറന്നു. ഓ സാമേ, നിങ്ങളുടെ ഭാവി നോക്കി ഇനി കച്ചവടത്തിക്കൊണ്ട് തുറന്നു പറയുമ്പോൾ നിന്റെ ജീവിതം നോക്കി ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് തുറന്നു പറയുമ്പോൾ നിന്റെ സാഹചര്യം നോക്കി ഇനിയും പല വെക്കത്തില്ലെന്ന് തുറന്നു പറയുമ്പോൾ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ കൊടുക്കുക. നീ പഠിച്ചോ. വലിയവർ ദൈവജനത്തോടൊത്ത് ദൈവത്തിനെ തുടർന്നു
വചനത്തിന്റെ ദൂത് പ്രവർത്തിക്കട്ടെ. വചനത്തിന്റെ ദൂത് പ്രവർത്തിക്കട്ടെ. ദൈവവചനത്തിന്റെ ദൂത് പ്രവർത്തിക്കട്ടെ. ഈ കുടുംബത്തിൽ യെസ് ഈ കുടുംബത്തിൽ ദൂത് പ്രവർത്തിക്കട്ടെ. ഈ കുടുംബത്തിന്റെ വചന ദൂത് പ്രവർത്തിക്കട്ടെ.
വിശ്വാസത്തിന്റെ ഇന്ന് ജയമടിക്കുക. ആ പ്രവർത്തനം നടക്കട്ടെ, നടക്കട്ടെ. ഈ ഭവനത്തിന്റെ അകത്ത് ദൈവം ചെയ്യുന്നു. ഈ ഭവനത്തിന്റെ അകത്ത് ദൈവം ചെയ്യുന്നു. ആ ഞങ്ങളുടെ മുൻപിലെല്ലാം നെഗറ്റീവ്, ഞങ്ങളുടെ മുൻപിലെല്ലാം അടഞ്ഞവ, നോക്കുന്ന വഴികളെല്ലാം വളരുക. ദൈവം പറയുന്ന വിശ്വാസത്തോടെ നീ മുൻപോട്ട് പോകാം, മുൻപോട്ട് പോകാം. വാർത്തപ്പെടുന്നവരെ പറയുകയല്ല, വെളിപ്പെടുത്തുന്നു. വചനത്തിന്റെ ദൂത് ഇത്രയായി പ്രവർത്തിക്കും. നീ കാണുന്നത് ചില പകർച്ചയ, നീ കാണുന്നത് ചില പകർച്ചയ, നീ കാണുന്നത് ചില പകർച്ചയ. എന്നാൽ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ദൈവത്തെ കാണുമോ? ദൈവത്തെ കാണുമോ? നീ ഉപവസിച്ച, നീ ഉപവസിക്കുന്ന ചില വിശ്വാസത്തെ കാണുമോ? കർത്താവിനെ കാണുന്നത് പകർച്ചയാണല്ലോ, കർത്താവിനെ കാണുന്നത് നാശമാണല്ലോ, കർത്താവിനെ കാണുന്നത് പറയാണല്ലോ, കർത്താവിനെ കാണുന്നത് ഭയങ്കരമാണല്ലോ. ഈ ദൂതിനെ വിശ്വസിക്കുക, ഈ ദൂതിനെ വിശ്വസിക്കുക. ദൈവചലത്തിനെ കാണുക, അകത്ത് കാണുക, ദൈവചലത്തിനെ അറിയിക്കുക, ദൈവചലത്തിനെ അറിയിക്കുക. ചൂടാധാര ധീരാധാര ഹിന്ദാധാര ധർമാധാര ദേവാധാര ഭൂരാധാര ധീരാധാര ധർമാധാര വേദധാര അഴിഞ്ഞുകൊണ്ട് പറയുന്നു. വചനത്തിന്റെ ദൂരിന്റെ ശക്തി അഴിഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ടേക്കും. വിശ്വാസത്തെ കാണുന്നത് വെളിപ്പെടുന്നത്. ചില രോഗം തകർത്തവരാണല്ലോ, എന്തെങ്കിലും സംഭവിക്കുകയോ വിശ്വസിക്കുന്നവരോ അതിനെ അറിയിക്കുന്നവർ നിർമ്മിക്കുന്നവർ എന്റെ പദം എങ്ങനെയാണ് അവർക്ക് കാര്യം വിശ്വാസത്തെ അകത്ത് കാണുന്നവര് എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്ന വഴിവകയാണ്. ചെറുകട്ടെ പ്രവർത്തിക്കട്ടെ ചെയ്തവർ ആ കൃപ ചലിക്കണേ, ആ കൃപ ചലിക്കണമെന്ന് ശരീരത്തിൽ വിശ്വാസത്തെ കാണുന്നത് എന്റെ കൃപ
ആ ദൂത് വിടുതലാകട്ടെ. ആ ദൂത് വിടുതലാകട്ടെ. ശരീരത്തിൽ ബാധിക്കുന്ന ചില മുറിവുകൾ, ശരീരത്തിൽ നിൽക്കുന്ന ചില മുറിവുകൾ ഇതിന്റെ അകത്തുള്ള ശരീരത്തിൽ വഹിക്കുന്ന ചില മുറിവുകൾ അപസ്മാരമായിട്ട് കാഴ്ച പറയുന്നത് വിശ്വാസത്തിൽ കാണുന്ന മനുഷ്യ എന്റെ കൃപ നിനക്ക് മതി, നിനക്ക് പറയുന്ന എന്റെ കൂടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ചില ജനിക്കുന്ന വിശ്വാസത്തിന്റെ വളർച്ച മറ്റുള്ളവരുടെ കാഴ്ച എന്റെ കാഴ്ചയെന്ന് ദൈവത്തിന് വേണ്ടത് വിശ്വാസത്തിൽ കാണുന്നത്, വിശ്വാസത്തിൽ നടക്കുന്നത് അവന്റെ ദൈവം പ്രാർത്ഥിക്കും. അന്തരാ ഭൂമിയ ജഗത്തിനാറിയ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന്റെ ആത്മാവത് ചെയ്യുന്നു, ദൈവത്തിന്റെ ആത്മാവത് ചെയ്യുന്നു, ദൈവാത്മാവത് ചെയ്യുന്നു, ദൈവാത്മാവത് ചെയ്യുന്നു, ദൈവാത്മാവത് ചെയ്യുന്നു. ഓ കൃപ 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 ഔനാന ദേവേശിയോധന ചെയ്യുന്നു, ദൈവം ചെയ്യുന്നു. ജനങ്ങൾ കാണുന്നത് ചില വ്യക്തികളിൽ ദൈവം ചെയ്യുന്ന വിടുതൽ, ചില വ്യക്തികളിൽ ആ വിടുതൽ ചെയ്യുന്നു. ശരീരത്തിൽ വെള്ള, ശരീരത്തിൽ സൂര്യവ, പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ചയിൽ അതാണെങ്കിലും പൗലോസ് പറയാ വിശ്വാസത്തെ കാണുന്നുണ്ട്, വിശ്വാസത്തെ നടക്കുന്നത് എന്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞ ഒരുവൻ അതിന്റെ നടുവിലുണ്ട്. ഞാൻ അവനെയാണ് കാണുന്നത്, ഞാൻ എന്റെ ശരീരത്തെ ഉള്ളിനെയാണ് കാണുന്നത്, ഞാൻ അവനെയാ കണ്ട് നടക്കുന്നത്. ഒന്ന് എനിക്ക് കൊടുത്ത് ഒന്ന് സമർപ്പിച്ചു. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരുന്നാണ്, കണ്ണുകൾ അടച്ചാട്ടെ.
നമ്മളെ തന്നെ സമർപ്പിച്ച എല്ലാവരും അവനവനെ തന്നെ സമർപ്പിച്ചു. ഓ താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവ് ഈ ദൂതിനെ വെളിപ്പെടുത്തി, ദൈവാത്മാവ് ഈ ദൂതിനെ വെളിപ്പെടുത്തി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം: നമ്മുടെ നടപ്പ് കാഴ്ചയാലാണോ അതോ വിശ്വാസത്താലാണോ? മോഡെല്ലാം ഓഫ് ചെയ്ത്, കാഴ്ചയാലാണോ അതോ വിശ്വാസത്താലാണോ? ഹല്ലേലൂയ. കാഴ്ചയാലാണോ വിശ്വാസം? നിങ്ങൾക്ക് അതോട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൽ നടന്നവന്റെ മേൽ വെളിപ്പെട്ട ദൈവപ്രസാദം മൃഗയുദ്ധം ചെയ്തപ്പോൾ മരണവിധി വന്നപ്പോൾ കാഴ്ചയിലെല്ലാം തീർന്നെന്നാ വിചാരിച്ചത്. പക്ഷെ വിശ്വാസത്തിൽ നടന്നവനോട് ദൈവം പറഞ്ഞു, മോനെ തീർന്നില്ലടാ, ഇതിന്റെ അകത്തുനിന്നും നിന്നെ ഞാൻ വിടുവിക്കും. ഒരാമേൻ എത്ര പേര് പറഞ്ഞു? ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പൊതുവിൽ അങ്ങ് ദൂത് പറയുക, നിങ്ങളോടാണെന്നുണ്ടെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. നീ പലതും നോക്കുമ്പോൾ നിന്റെ മുൻപിൽ കഴിഞ്ഞു എന്നാ തോന്നുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വാസത്തോടെ നിന്നാൽ, വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ അതിന്റെ അകത്ത് നിനക്കൊരു വിജയമുണ്ടാകുമെന്ന്, അതിന്റെ അകത്ത് നിനക്കൊരു സാക്ഷ്യമുണ്ടാകുമെന്ന് ഇപ്പൊ പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നമ്മൾ പല ദൂതും കേട്ടു, നമ്മൾ പല വാക്തത്വങ്ങളും കേട്ടവരാ, പല ആലോചനയും കേട്ടവരാ, അല്ലേ? പക്ഷേ നമ്മുടെ നോട്ടം കാഴ്ചയല്ല, അല്ലേ? നമ്മുടെ നോട്ടം കാഴ്ചയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കാഴ്ചയാലുള്ള പ്രാർത്ഥനയും വിശ്വാസത്താലുള്ള പ്രാർത്ഥനയും കണ്ട. കാഴ്ചയാലുള്ള പ്രാർത്ഥന അത് കണ്ടു കഴിഞ്ഞുള്ള പ്രാർത്ഥന. സ്തോത്രം. വിശ്വാസത്താലുള്ള പ്രാർത്ഥന ഇല്ലെങ്കിലും അവിടെ ഉണ്ടെന്ന് കണ്ടുള്ള പ്രാർത്ഥന. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയും. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ കൂടാരം നോക്കി നടക്കുന്നു, ഞാൻ കെട്ടിടം നോക്കി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ദൈവം പണിയുന്ന കെട്ടിടമാണ് ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നത് ഇപ്പോൾ കണ്ണിന്റെ മുമ്പിൽ കാണാൻ കഴിയുന്ന കൂടാരമാണ് നിങ്ങളുടെ നോട്ടം. എന്റെ നോട്ടം വിശ്വാസത്താൽ മാത്രം കാണുന്ന കെട്ടിടത്തെ. നമ്മളോടുള്ള ആലോചനകൾ ഇങ്ങനെ കാണണം, നമ്മളോടുള്ള വാക്തത്വങ്ങൾ ഇങ്ങനെ കാണണം, നമ്മളോടുള്ള ദൈവശബ്ദം ഇങ്ങനെ കാണണം. മനസ്സിലായോ? മനസ്സിലായോ? ഉദാഹരണത്തിന് പറയുക, ഒരു വീട് ദൈവം തരുമെന്ന് പറഞ്ഞാൽ, ഒരു വീട് ദൈവം തരുമെന്ന് പറഞ്ഞാൽ ഒരു വീട് കണ്ട് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? ഒരു വീടിനെ ദൈവം എനിക്ക് വേണ്ടി ഈ വീട് തരാൻ പോവാ എന്ന് കണ്ടെത്തിയണം. അതാ വിശ്വാസം. മനസ്സിലാകുന്നുണ്ടോ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. സ്തോത്രം. ഇന്ന് പകലിൽ ആ നിലയിൽ നമ്മുടെ നടപ്പ് ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം വചനത്തിന്റെ മുമ്പിൽ താഴ്ത്താം. പിതാവേ,
യേശുവിന്റെ നാമത്തിൽ ഈ ദൂതിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശ്വാസത്തോടെ പൗലോസ് നടന്നപ്പോൾ തന്റെ ജീവിതത്തിന് പല മേഖലകളിലും താൻ അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോയി. തന്റെ മേൽ ദൈവപ്രസാദം വെളിപ്പെട്ടു. ഹല്ലേലൂയ. കാഴ്ചയിൽ കാണാൻ കൊള്ളില്ല. പലവിധമാകുന്ന കുറ്റാരോപണങ്ങൾ തനിക്കെതിരെ ഉയർന്നു വന്നെങ്കിലും ആ മനുഷ്യന്റെ അകത്ത് ദൈവം തന്റെ അത്യന്ത ശക്തി പകർന്നു. ആ മനുഷ്യന്റെ അകത്തെ മനുഷ്യൻ ദിനം പ്രതി പുതുക്കം പ്രാപിച്ചുകൊണ്ടിരുന്നു. തിരുവെടുത്ത് ഞങ്ങൾ വായിക്കും. നീതിയുടെ കിരീടം വരെ ആത്മാവിൽ കണ്ട് നടക്കാൻ ആ മനുഷ്യന് ദൈവം കൃപ കൊടുത്തല്ലോ. കർത്താവെ, ഞങ്ങളും ആ നിലയിലേക്ക് സമർപ്പിക്കും. വിശ്വാസത്തിൽ നടന്നപ്പോൾ അബ്രഹാമിന്റെ മേൽ വാഗ്ദത്തങ്ങൾ ഓരോന്നായി വെളിപ്പെട്ടു വന്ന പോലെ ഞങ്ങളുടെ മേലും വെളിപ്പെടാൻ പോകുന്നതിനായി ദൂതിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. വചനത്തെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പലതും ഞങ്ങളുടെ പുറം കാഴ്ചയിൽ നിരാശകളാണ് വിതയ്ക്കുന്നതെങ്കിൽ, നെഗറ്റീവാണ് കൊണ്ടുവരുന്നതെങ്കിൽ, കാണുന്നതൊക്കെ അനുഭവിക്കുന്നതൊക്കെ കാഴ്ചയിൽ ഞങ്ങളെ പുറകോട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ വിശ്വാസത്താൽ കർത്താവേ, ഞങ്ങൾ മുൻപോട്ടുള്ള ദൈവ പ്രവൃത്തിയെ തിരിച്ചറിയുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. എത്രത്തോളം മാനിച്ച തമ്പുരാന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ശുശ്രൂഷ കൂടെ. ഹല്ലേലൂയ. അതിലേക്ക് ഞാൻ കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സാറാ റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്ത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമം കേൾക്കാമോ? സാറാമാന്റെ റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്ത്. ഹല്ലേലൂയ. യേശുവിന്റെ റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്ത്. റെക്കോർഡ്. ഹല്ലേലൂയ ജീസസ്. റെക്കോർഡിംഗ് ഓഫ് ചെയ്ത്. റെക്കോർഡിംഗ് ഓഫ് ചെയ്ത്. റെക്കോർഡിംഗ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ. ഓഫായോ? റെക്കോർഡ് ഓഫായോ? ഓഫായോ? റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്ത്. ഓഫായോ? ഓഫായോ? ഓക്കെ. ജീസസ്. നമുക്ക് എല്ലാ മാസത്തിന്റെ അവസാനം സ്തോത്ര വഴിപാടുണ്ട്. നിങ്ങളുടെ സ്തോത്ര കാഴ്ച നിങ്ങളുടെ കരങ്ങളിൽ എടുക്കുക. ഓരോ കരത്തിൽ എല്ലാവരും